ആലോ സബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൊട്ടാനോഡിനെ കുറിച്ചിട്ടാണ്. ഇത് ധാരാളമായി കാണുന്നത് ബ്രസീൽ, പെറു, കൊളംബിയ, ഇക്വഡോർ, ചിലി എന്നിയിടങ്ങളിലാണ്. ഇതിൻ്റെ ജന്മദേശവും ഈ സ്ഥലങ്ങളാണ്. സോൾനസി എന്ന കുടുംബത്തിലെ അംഗമാണ് ഈ സസ്യം. ഇതിൻ്റെ ജീനസിൽ 85-ലധികം സ്പീഷീസ് അടങ്ങിയിട്ടുണ്ട്. വർഷം തോറും കായുണ്ടാകുന്ന സസ്യങ്ങളും വർഷത്തിൽ ചില സീസണുകളിൽ മാത്രം കായുകളുണ്ടാകുന്ന സസ്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ലോകത്തിൻ്റെ മിതശീതോഷ്ണ മേഖലകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഫിസിലിസ് സ്പീഷീസിൻ്റെ കൂടുതലായിട്ടുള്ള സ്പീഷീസും കാണുന്നത് കാടുകളിലാണ്. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടും അലങ്കാര ചെടിയായിട്ടൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതലും ടൊമാറ്റിലോ, ഗോൾഡൻ ബെറി, ഗ്രൗണ്ട് ചെറി എന്നീ ഇനങ്ങളാണ്. ഇതിൻ്റെ പഴങ്ങൾ പാകം ചെയ്യാതെയും ജാംസായും ജെല്ലിയായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും പല പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ രൂപീകരണത്തിന് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ മുറിവുകളെല്ലാം പെട്ടെന്ന് കരിക്കുവാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ബെറി കഴിക്കുമ്പോൾ ശരീരം മറ്റുള്ള ഭക്ഷണങ്ങളിലുള്ള ഇരുമ്പാംശത്തെ വലിച്ചെടുക്കുവാനായിട്ടും സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെയും മറ്റുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ എല്ലാം ഉൽപ്പാദനത്തിനും ഈ ഒരു സസ്യത്തിൻ്റെ ബെറി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ അവരുടെ പരമ്പരാഗത ചികിത്സാ രീതിയിൽ ഈ സസ്യത്തിനെ സമൂലമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു. ഇതിൽ ക്യാൻസർ, ഹെപ്പറ്റൈറ്റിസ്, ജോണ്ടിസ്, മലേറിയ, ഗ്ലോക്കോമ, വയറുവേദന, മലബന്ധം, സ്കിന്നിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻ, അങ്ങനെ പോകുന്ന അസുഖങ്ങൾ, ഇതിനെല്ലാം തന്നെ ഈ സസ്യത്തിനെ ഉപയോഗിച്ച് വന്നിരുന്നു എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. ടെറാഫെർട്ടിൽ എന്ന കമ്പനിയാണ് ഈ ലോകത്ത് കൂടുതലായിട്ടും ഗോൾഡൻ ബെറി കർഷകരിൽ നിന്നും വാങ്ങിക്കുന്നത്. ഈ കമ്പനിയുടെ 60% ഓഹരി നെസ്ലെ 2018 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഒരു സസ്യത്തിന് എത്രമാത്രം വിപണന സാധ്യതയുണ്ടെന്ന്. ഗോൾഡൻ ബെറിയേക്കാളും കുറച്ചുകൂടി ചെറിയ പഴങ്ങളായിരിക്കും ഗ്രൗണ്ട് ചെറിയിൽ ഉണ്ടാവുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടൊരു സ്വാദമായിരിക്കും ഗ്രൗണ്ട് ചെറിക്ക് ഉണ്ടാവുന്നത്. ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂട്ടുവാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും ഈ ഫിസിലിസ് സ്പീഷീസിൽ അടങ്ങിയിട്ടുണ്ട്. ഗോൾഡൻ ബെറിയെക്കുറിച്ചുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.